ആൽഫ്രഡ് ഡെന്നിസന്റെ ഈത്തോൺ എന്ന കവിതയുടെ പരിഭാഷയ്ക്ക് ചങ്ങമ്പുഴ നൽകിയ പേര്? ഉത്തരം സുധാംഗത. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. നരനായും പറവയായും ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം സന്തോഷ് എച്ച് കാനം. മലയാളത്തിലെ ആദ്യ ധനശാസ്ത്ര മാസിക ഏതാണ്? ഉത്തരം 1904 പുറത്തിറങ്ങിയ ലക്ഷ്മി വിലാസം. വഞ്ചിപ്പാട്ട് വൃത്തം ഏതാണ്? ഉത്തരം നദോന്നത. ദി ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാള നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ഏതാണ് ആ കൃതി? ഉത്തരം OV വിജയന്റെ ഗുരുസാഗരം. ആരുടെ തൂലികാ നാമമാണ് സുരാസു? ഉത്തരം ബാലഗോപാലൻ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ്? ഉത്തരം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ആനന്ദിന്റെ പ്രസിദ്ധ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. ഇതിലെ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെ ഒരു ബംഗാളി നാടകത്തിൽ നിന്നാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ കൃതി ഏതാണ്? ഉത്തരം അംതേർ നഗരി ചൗപ്പട്ട് രാജ. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ്? ഉത്തരം ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം ആരുടെ നോവലാണ്? ഉത്തരം ബെന്യാമിൻ. ക്ലാസിപ്പേർ എന്ന കഥാപാത്രം ഏതു നോവലിലേതാണ്? ഉത്തരം തകഴിയുടെ കയർ. പാടുന്ന പിശാച് ആരുടെ കൃതിയാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മദർ ആരുടെ കൃതിയാണ്? ഉത്തരം മാക്സിം ഗോർക്കി. മലയാളത്തിലെ ആദ്യ വിലാപകാവ്യം ഏതാണ്? ഉത്തരം CAS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം. ദി ഡൗണിംഗ് സ്റ്റേറ്റ് ഇയേഴ്സ് ആരുടെ കൃതിയാണ്? ഉത്തരം മാർഗരറ്റ് താച്ചർ. കാമസുരഭി എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ട്രൂത്ത്, ലവ് ആൻഡ് ലിറ്റിൽ മാലീസ് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഖുശ്വന്ത് സിംഗ്. അകാലത്തിൽ അന്തരിച്ച സാഹിത്യകാരിയാണ് രാജലക്ഷ്മി. അവരുടെ പൂർത്തിയാകാത്ത നോവലിന്റെ പേര് ഏതാണ്? ഉത്തരം ഉച്ചവെയിലും ഇളം നിലാവും. ശബ്ദായ മൗനം ആരുടെ നോവലാണ്? ഉത്തരം K രഘുനാഥൻ. അങ്ങേലെ മൂപ്പീന്ന ചത്തോടി കടമ്മനയിട്ടിയുടെ പ്രശസ്തമായ കവിതയിലെ ആദ്യ വരിയാണിത്. ഏതാണ് ആ കവിത? ഉത്തരം ചാക്കാല. അയാം മലാല എഴുതിയത് ആരാണ്? ഉത്തരം മലാല യൂസഫ്സായിയും ക്രിസ്റ്റീന ലാംബും. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം C കേശവൻ. കുറ്റി പെൻസിൽ ആരുടെ കൃതിയാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. പുതിയ ആകാശം പുതിയ ഭൂമി ആരുടെ കൃതിയാണ്? ഉത്തരം തോപ്പിൽ പാസി. മൗഗ്ലി എന്ന കുട്ടികളുടെ ഇഷ്ട കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്? ഉത്തരം റുഡ്യാർഡ് കിപ്ലിംഗ്. ഇളം ചുണ്ടുകൾ പ്രസിദ്ധമായ ഒരു ബാലസാഹിത്യ ഗ്രന്ഥമാണ്. ഈ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥ ഏതാണ്? ഉത്തരം ജീവൻ സ്മൃതി. ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇടപ്പള്ളി രാഘവൻ പിള്ള. മരിച്ചവരുടെ പനിനീർ പൂക്കൾ ആരുടെ കഥയാണ്? ഉത്തരം PK പാറക്കടവ്. ഏതു വൃത്തത്തിലാണ് വാൽമീകി രാമായണം എഴുതിയത്? ഉത്തരം അനുഷ്ടുപ്പ്. പുറം കണ്ണു തുറപ്പിച്ചു പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിക്കാനാശാൻ ബാല്യത്തിലെത്തണം. ഈ കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഉള്ളൂർ. മാനവ പ്രശ്നങ്ങൾ തൻ മർമ്മ കോവിന്ദന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ദി ടിൻ ഡ്രം ആരുടെ കൃതിയാണ്? ഉത്തരം ഗുന്തർ ഗ്രാസ്.
റോബിൻസൺ ക്രൂസോ ആരുടെ കൃതിയാണ്? ഉത്തരം ഡാനിയൽ ഡീഫോ. ബാലരാമഭാരതം നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ. ദ ബേർഡ് ഓഫ് ടൈം ആരുടെ കൃതിയാണ്? ഉത്തരം സരോജിനി നായിഡു. മാതൃത്വത്തിന്റെ മഹനീയതയെ പ്രകീർത്തിക്കുന്ന ഇടശ്ശേരിയുടെ കവിത ഏതാണ്? ഉത്തരം ഭൂതപ്പാട്ട്. ജീൻ വാൽജീനിന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം വിക്ടർ ഹ്യൂഗോ. മൂത്രാത്തിക്കര ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം ഗ്രേസി. തുള്ളൽ പാട്ടുവൃത്തം ഏതാണ്? ഉത്തരം തരംഗിണി. ഡ്രീംസ് ഫ്രം മൈ ഫാദർ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ബറാക് ഒബാമ. ബിറ്റ്വീൻ ദ ലൈൻസ് ആരുടെ കൃതിയാണ്? ഉത്തരം കുൽദീപ് നയ്യാർ. ജനറൽ ചാത്തൻസ് ആരുടെ കൃതിയാണ്? ഉത്തരം VKN. മാർക്ക് ട്വൈനിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം സാമുവൽ ലാംഗോൺ ക്ലെമൻസ്. കഥകളിയുടെ സാഹിത്യരൂപം? ഉത്തരം ആട്ടക്കഥ. പേ വിഷബാധയേറ്റ് മരിച്ച കവി? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. അനുഭവങ്ങളുടെ സംഗീതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം പവനൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ്? ഉത്തരം രാമപുരത്ത് വാര്യർ. ജാരനും പൂച്ചയും ഈ നോവൽ ആരുടേതാണ്? ഉത്തരം KV മോഹൻകുമാർ. തട്ടകം ആരുടെ നോവലാണ്? ഉത്തരം കോവിലൻ. ടാർസൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം എഡ്ഗാർ റൈസ് ബറോസ്. ബെൻഹർ ആരുടെ കൃതിയാണ്? ഉത്തരം ലൂയിസ് വാലസ്. ഓല PP ആരുടെ കൃതിയാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. കപട ലോകത്തിൽ എന്നോട് കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ആകെ എത്ര നാടകങ്ങൾ ഷേക്സ്പിയർ രചിച്ചിട്ടുണ്ട്? ഉത്തരം 37. മാവിൻ ചുന മണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു കവിയുണ്ട്. ആരാണ് അദ്ദേഹം? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. മഹിളാളി മമഹാസ്പദ എന്ന് ഏത് കൃതികളെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഉത്തരം മണിപ്രവാള കൃതികളെ. ആദ്യത്തെ ഭാഷാ ചമ്പുകൃതി ഏതാണ്? ഉത്തരം ഉണ്ണിയച്ചി ചരിതം. റഷ്യയുടെ ദേശീയ കവിയായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അലക്സാണ്ടർ പുഷ്കിൻ. നേർമാതളം പൂത്തകാലം ആരുടെ കൃതിയാണ്? ഉത്തരം മാധവിക്കുട്ടി. ഉള്ളൂർ രചിച്ച നാടകം ഏതാണ്? ഉത്തരം അമ്പ. റൺ ഇൻ റൂയിൻസ് ആരുടെ കൃതിയാണ്? ഉത്തരം സുനിൽ ഗവാസ്കർ. സഫലമീ യാത്ര ആരുടെ കൃതിയാണ്? ഉത്തരം NN കക്കാട്. കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിക്കുന്ന തകഴിയുടെ നോവൽ? ഉത്തരം രണ്ടിടങ്ങഴി. തന്റെ ഡയറി കുറിപ്പിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തിയായ പെൺകുട്ടി? ഉത്തരം ആൻ ഫ്രാങ്ക്. ആത്മാവിൽ ഒരു ചിത എന്ന പ്രസിദ്ധമായ കവിത രചിച്ചത് ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. മലയാളം അച്ചടിയുടെ പിതാവ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. പഴുപ്പിച്ച് തങ്കത്തകിട് പോലെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് തിളങ്ങിയിരുന്ന പടിഞ്ഞാറൻ മനം തണുത്തു. മലയാളത്തിലെ 2 പ്രശസ്തർ ചേർന്നെഴുതിയ നോവലിന്റെ തുടക്കം എങ്ങനെയാണ്? ആരാണ് അവർ? ഉത്തരം MT വാസുദേവൻ നായർ, NP മുഹമ്മദ്. ഓടക്കുഴൽ അവാർഡ് നേടിയ സേതുവിന്റെ നോവൽ? ഉത്തരം മറുപിറവി. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈലോപ്പിള്ളി. സഹസ്രപൂർണിമ ആരുടെ ആത്മകഥയാണ്? ഉത്തരം CK ദേവമ്മ. വയലാർ അവാർഡ് നേടിയ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ പ്രസിദ്ധനായ ഒരു റഷ്യൻ സാഹിത്യകാരന്റെ
ജീവിത കഥയെ അവലംബിച്ചിട്ടുള്ളതാണ്. ആരുടേതാണ് ഈ കഥ? ഉത്തരം ദസ്തയോവസ്കി. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ ഏതാണ്? ഉത്തരം MTയുടെ അസുരവിത്ത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വീഡിയോയിൽ പേര് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അൻവി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അൻവിയയ്ക്ക് വായനാദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.